കാരുണ്യവാനായ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, ഇന്ന് കരുണയുടെ കർത്താവിന്റെ തിരുനാളാണ്. ഫീസ്റ്റ് ഓഫ് ഡിവൈൻ മേഴ്സി, മേഴ്സി സൺഡേ. ഈ പാവന സുന്ദര മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്, പ്രാർത്ഥന നേരുകയാണ്. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം കൊറോണ വൈറസ് എന്ന മഹാമാരിയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട് നമുക്കിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പാടുന്നു, എന്റെ കരുണ എപ്പോഴും നിന്റെ മേലുണ്ടായിരിക്കും. വീണ്ടും സങ്കീർത്തകൻ പാടുന്നു, കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. വിശുദ്ധ മരിയ ഫൗസ്തീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളായിരുന്നു, സങ്കീർത്തനമായിരുന്നു ഇത്. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. 2000 മഹാജൂബിലി വർഷം ഏപ്രിൽ 30 ഞായറാഴ്ച ഇന്നത്തെ പോലെ തന്നെ ഒരു പുതുഞായറാഴ്ചയായിരുന്നു, പുതുഞായർ. അന്ന് പത്രോസിന്റെ ചതുരത്തിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഞാനും ഉണ്ടായിരുന്നു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നത്. അന്നാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ സിസ്റ്റർ മരിയ ഫൗസ്റ്റീന കൊവാൽസ്കയെ വിശുദ്ധി എന്ന് നാമകരണം ചെയ്തത്. ആ നാമകരണ ചടങ്ങിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. പിതാവ് പറഞ്ഞു, ഈ വർഷം മുതൽ, ഇന്നു മുതൽ എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച സാർവത്രിക സഭയിൽ കരുണയുടെ കർത്താവിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന്. ഈ വർഷത്തെ പോലെ തന്നെ കരുണയുടെ കർത്താവിന്റെ തിരുനാൾ നമ്മൾ ഓരോ വർഷവും ആഘോഷിച്ചു വരികയാണ്. എന്നാൽ മാർപ്പാപ്പയല്ല ഈ ഈസ്റ്റർ കഴിഞ്ഞ ഞായറാഴ്ച കരുണയുടെ, ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് 1930 മുതൽ 38 വർഷങ്ങളിൽ 8 വർഷം വളരെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ആ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ നമ്മൾ വായിക്കുന്നത്. 1934 ജൂലൈ മാസത്തിൽ ഒരു ദിവസം ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച ദൈവകരുണയുടെ നൊവേന തുടങ്ങി, പിറ്റേ ശനിയാഴ്ച അത് അവസാനിക്കണം. അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണം, ഫീസ്റ്റ് ഓഫ് ഡിവൈൻ മേഴ്സി. ഫൗസ്തീനയുടെ ഡയറിയിലെ 299 നമ്പറിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈശോ തന്നെയാണ് ഈ തിരുനാൾ പുതുഞായർ ദിവസം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമായിരുന്നു ഇത്. പുണ്യവതിയുടെ ഡയറി 6 ബുക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ 5 നോട്ട് ബുക്കുകളും ആരംഭിക്കുന്നത് ഈ സങ്കീർത്തനം ആരംഭിച്ചിട്ടാണ്. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഈശോ ഫൗസ്തീനയോട് ദിവ്യകാരുണ്യനാഥന്റെ ഒരു പടം വരപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ആ ദിവസങ്ങളിൽ ഫൗസ്തീന വിൽന്യൂസ് എന്ന പട്ടണത്തിലായിരുന്നു. വിൽന്യൂസിലെ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു കലാകാരനാണ് കരുണയുടെ കർത്താവിന്റെ ആദ്യ പടം വരച്ചത്. ആ പടം കണ്ടപ്പോൾ വരച്ചതിന് ശേഷം ഫൗസ്റ്റീന ആ പടം കണ്ട് പൊട്ടിക്കരഞ്ഞു. കാരണം
പുണ്യവതി വിശുദ്ധ ഫൗസ്തീന കണ്ട ഈശോ അല്ലായിരുന്നു ആ കലാകാരൻ അവിടെ വരച്ചിരുന്നത്. എങ്കിലും മാനുഷികമായ വിധത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. യേശു ഫൗസ്തീനയോട് പറഞ്ഞു, ആ പടത്തിന്റെ അടിയിൽ നീ എഴുതണം, ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നുവെന്ന്. ഈശോ പറഞ്ഞു, ഇതെന്റെ സിഗ്നേച്ചറാണ്. ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം നീ എഴുതിയെടുക്കണം. നീ എന്റെ സെക്രട്ടറിയാണ്, സെക്രട്ടറി ഓഫ് ജീസസ്. ഈശോ ഒരിക്കലും നമ്മളെ കൈവടിയില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഗന്ധ ജപമാണിത്. ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഈശോ ഒരിക്കലും എന്നെ കൈവെടിഞ്ഞിട്ടില്ല, കൈവെടിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതിന്റെ പ്രത്യക്ഷമായ അടയാളമായിരുന്നു 2008 മാർച്ച് മാസത്തിൽ എന്റെ ശ്വാസകോശത്തിൽ വന്ന ക്യാൻസർ രോഗം. വളരെ അത്ഭുതകരമായിട്ടാണ് ആ രോഗം മാറിയത്. ഡോക്ടർ വിധി കൽപ്പിച്ചു, പിതാവിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. ഞാൻ അധികമൊന്നും ചിന്തിച്ചില്ല. എന്റെ ദിവസങ്ങൾ എണ്ണിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. ഞാൻ ബിഷപ്പ് ഹൗസിൽ തിരിച്ചു വന്ന് എന്റെ മരണപത്രമെടുത്ത് അന്നത്തെ എന്റെ വികാരി ജനറലിന് അച്ഛന്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അച്ഛൻ ഇത് തുറന്നു വായിക്കാം. അവിടെ നിന്ന് ഞാൻ പോന്നത് കരുണയുടെ കർത്താവിന്റെ തീർത്ഥ കേന്ദ്രമായ ദയാസാഗറിലേക്കാണ്. അന്ന് ഞാൻ ആദ്യത്തെ നൊവേന കഴിച്ചു. പിന്നുള്ള 9 ദിവസവും ഞാൻ തുടർച്ചയായിട്ട് ദയാസാഗർ എന്ന തീർത്ഥ കേന്ദ്രത്തിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ക്യാൻസർ മാറ്റിത്തരികയെന്ന്. ഞാൻ 9 ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം ഭോപ്പാലിലെ ക്യാൻസർ ആസ്പത്രിയിൽ ചെന്ന് വീണ്ടും പലവിധ ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം കൊണ്ട് ഞാൻ എന്റെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ റിസൾട്ടുകൾ പരിശോധിച്ചു, എന്റെ മെഡിക്കൽ ഫയൽ എടുത്തു നോക്കി, വീണ്ടും നോക്കി. അവസാനം ഡോക്ടർ എന്നോട് ചോദിച്ചു, പിതാവ് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? ഐ ടോൾഡ് ഹിം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ശരിയാണ് ഡോക്ടർ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പൊ പിതാവ് ഈ അത്ഭുതത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കരുണയുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ രോഗം മാറ്റിത്തരണമേ എന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ ഈ രോഗശാന്തിയിൽ വളരെ സന്തോഷിക്കുന്നു. പിതാവ് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാമെന്ന്. ഈശോ എനിക്ക് പുതിയൊരു ജീവൻ നൽകി. അതുകൊണ്ടാണ് എന്റെ വിശ്രമ ജീവിതകാലത്ത് ഞാൻ ഈശോയുടെ അടുത്ത്, കരുണയുടെ കർത്താവിന്റെ അടുത്ത് ഈ ആശ്രമത്തിൽ വന്ന് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചത്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കുമെന്ന് പാടി ശിഷ്ടകാലം ജീവിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചത്. ഞാൻ എങ്ങനെയാണ് കരുണയുടെ കർത്താവിന്റെ ഒരു തീവ്ര ഭക്തനായി തീർന്നതെന്ന് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. വളരെ ചുരുക്കി പറയാം. 2007 ഒക്ടോബർ 5-ാം തീയതി രാത്രി 9 മണി വരെ കരുണയുടെ കർത്താവ് എനിക്ക് ആരുമല്ലായിരുന്നു. ഞാൻ ഒരിക്കലും കരുണക്കൊന്ത ചൊല്ലിയിട്ടില്ല. ഞാൻ ഒരിക്കലും ഈശോയെ ഞാൻ നിന്നെ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോ, കരുണയുടെ കർത്താവ് എനിക്ക് ആരുമല്ലായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ രൂപതയിലെ മിഷൻ അപ്പീലിന് പോയിരിക്കുകയായിരുന്നു. അന്ന് രാത്രി ഒക്ടോബർ 5-ാം തീയതി രാത്രി ഞാൻ ഒരു ഇന്ത്യക്കാരന്റെ അതിഥിയായിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞു. ഞാൻ അവരുടെ പാർലറിൽ ഒരു മൂലയിൽ ചെന്നിരുന്ന് എന്റെ ലാപ്ടോപ്പ് തുറന്ന്
എൻ്റെ ഇമെയിൽ വായിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ചുറ്റും അന്ധകാരമയമായി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ലൈറ്റ് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ആ സമയത്ത് കാരുണ്യവാനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറയുകയാണ്, നീ നിന്റെ രൂപതയിൽ എന്റെ നാമത്തിൽ ഒരു തീർത്ഥ കേന്ദ്രം പണിയണമെന്ന്. വളരെ വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു ഈശോ എനിക്ക് നൽകിയത്. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു അത് വെറും ഒരു പലവിചാരമാണെന്ന്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം കാലത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഷൂ ഫോൾസ് എന്ന പട്ടണത്തിലേക്ക് ഞാൻ പറന്നു. പോകുന്ന വഴി സെന്റ് പോൾ മിനിയാപോളിസ് എന്ന എയർപോർട്ടിൽ ഇറങ്ങി മറ്റൊരു പ്ലെയിൻ ഉണ്ടായിരുന്നു. സെന്റ് പോൾസ് മിനിയാപോളിസ് പ്ലെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടിച്ചു. മറുഭാഗത്ത് നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് സാഗർ ബിഷപ്പായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് സാഗർ ബിഷപ്പ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, 1500 കിലോമീറ്റർ അകലിൽ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് പിതാവിനോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 9 മണിക്ക് എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കരുണയുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, നീ സാഗറിലെ ബിഷപ്പിനോട് പറയണം, എന്റെ നാമത്തിൽ പിതാവിന്റെ രൂപതയിലെ ഒരു തീർത്ഥ കേന്ദ്രം പണിയണമെന്ന്. അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. രാത്രി മുഴുവൻ അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, ഈ സാഗർ ബിഷപ്പ് എവിടെയാണ്? സാഗർ ബിഷപ്പുമായിട്ട് എങ്ങനെ ഈ സന്ദേശം പിതാവിന് കൊടുക്കാൻ സാധിക്കുമെന്ന്. കാരണം അദ്ദേഹം എന്നെ അറിയുകയായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. എനിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവ് സംശയിക്കേണ്ട, ഇത് തീർച്ചയാണ്, ഈശോ എന്നോട് പറഞ്ഞതാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അന്നേ ദിവസം വൈകിട്ട് എനിക്ക് സാഗറിൽ നിന്ന് ഒരു ഇമെയിൽ കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നു, തലേ രാത്രി കജൂറിയ എന്ന വില്ലേജിൽ സാഗർ രൂപതയുടെ ഒരു പ്രാർത്ഥനാലയത്തിൽ വന്ന് രാത്രി കഴിച്ച ഒരു അച്ഛൻ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് കൂട്ടുകാരോട് പറയുകയാണ്, ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. ഇവിടെ കരുണയുടെ കർത്താവിന്റെ വലിയ ഒരു തീർത്ഥകേന്ദ്രം ഉയർന്നു വരും. അനേകായിരം ജനങ്ങൾ ഈശോയുടെ അടുത്ത് വന്ന് അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് അവർക്ക് ലഭിക്കും. 3 പേർക്ക് ഒരേ ദിവസം ഒരേ സമയം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, സാഗറിൽ എന്റെ നാമത്തിൽ കരുണയുടെ കർത്താവിന്റെ ഒരു തീർത്ഥകേന്ദ്രം പണിയണമെന്ന്. എനിക്ക് ഭയമായ ഉണ്ടായത്. ഞാൻ സാഗറിലുള്ള എന്റെ വികാർ ജനറലിനെ വിളിച്ചു പറഞ്ഞു ഉണ്ടായ കാര്യങ്ങളെല്ലാം. അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, ഇത് പിതാവിനുള്ള ഒരു സന്ദേശമാണ്. പിതാവ് സാഗറിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാം, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് ബ്രിഡ്ജിലുള്ള കരുണയുടെ കർത്താവിന്റെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുണയുടെ കർത്താവിന്റെ തീർത്ഥ കേന്ദ്രം ഞാൻ സന്ദർശിച്ചു. ഈശോയുടെ ഒരു പടം അവർ എനിക്ക് സമ്മാനിച്ചു. 6 അടി പൊക്കമുള്ള ഈശോയുടെ ഒരു പടം കാൻവാസിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. 2007 നവംബർ 9 ആ പടം അന്ന് സാഗർ രൂപതയുടെ എല്ലാ വൈദികരുടെയും സാന്നിധ്യത്തിൽ വളരെയധികം സിസ്റ്റേഴ്സും അൽമായരും ഉള്ള ആ സന്നിഹിതരായിരുന്ന ആ സമയത്ത് ഞാൻ ഈ പടം വെഞ്ചരിച്ചു. സാഗർ രൂപതയെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ചു. ആ സ്ഥലത്തിന് ദയാസാഗർ എന്ന് പേരിട്ടു. ദയ, കരുണ. സാഗർ രൂപതയുടെ പേര്
ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ദയാസാഗർ എന്ന പേര് നൽകിയത്. എന്നാൽ പിന്നീട് ഒരു ബൈബിൾ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, ബൈബിളിൽ ദൈവത്തിനെ 64 പ്രാവശ്യം ദയാസാഗർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ഹിന്ദി കുർബാനയിൽ എല്ലാ ദിവസവും പറയുന്ന വാക്കുകളാണ് തൂ ദയാസാഗർ ഹേ, നീ ദയാസാഗറാണ്. അങ്ങനെ ദയാസാഗർ എന്ന് ഈ തീർത്ഥ കേന്ദ്രത്തിന് പേര് വന്നു. അധികം വൈകാതെ ഇവിടെ പല അത്ഭുതങ്ങളും നടന്നു. പലർക്കും രോഗശാന്തി ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് 10 വയസ്സുള്ള അശ്വിനി എന്ന ഒരു ബാലന്. അവൻ ബാലക്ഷയമായിരുന്നു. അവൻ അത്ഭുതകരമായിട്ട് അവൻ സുഖം പ്രാപിച്ചു. മറ്റൊന്ന്, എൻ്റെ തന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടിയതാണ്. ജനങ്ങൾ കൂടുതലായി വന്നു തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള കജൂരിയിലുള്ള ചെറിയ പ്രാർത്ഥനാലയം അവരെ ഉൾക്കൊള്ളുവാൻ അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും സൗകര്യമില്ലാതെയായി. അപ്പോൾ വിശാലമായ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേജ് കെട്ടി അതിന്റെ മുകളിൽ കരുണയുടെ കർത്താവിന്റെ 8 അടി പൊക്കമുള്ള ഒരു രൂപം വെക്കാനാണ് ഞാൻ വിചാരിച്ചത്. സ്റ്റേജിന്റെ പണി തുടങ്ങി. സാഗറിൽ നിന്ന് 2 പേർ കേരളത്തിലേക്ക് പോയി 8 അടി പൊക്കമുള്ള കർത്താവിന്റെ ഒരു സ്റ്റാച്യു, ഒരു രൂപം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ പല സ്ഥലത്തും പോയി. ഒരു സ്ഥലത്തും ആരും കരുണയുടെ കർത്താവിന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അന്ന് വരെ ആരും അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടില്ല. അവസാനം അവർ കൊരട്ടിയിൽ ഒരു കലാകാരന്റെ അടുത്ത് ചെന്നു, ഒരു സ്കൾപ്ചറിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം കമ്പ്യൂട്ടറെല്ലാം എടുത്തു വെച്ച് നോക്കി അതിൽ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാൻ 8 അടി പൊക്കമുള്ള രൂപമല്ല, ഞാൻ 30 അടി പൊക്കമുള്ള ഒരു രൂപം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന്. എന്നാൽ ആ രൂപത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ അത് 43 അടി പൊക്കമുള്ള ഒരു രൂപമായി. 1.5 ടൺ ഭാരമുണ്ട്. ഇന്ത്യയിലെ തന്നെ കരുണയുടെ കർത്താവിന്റെ ഏറ്റവും ഉയരമുള്ള ഒരു രൂപമായി തീർന്നു അത്. കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ആ ഹൈവേയുടെ അടുത്ത് ഇത്ര ഈശോയുടെ അനുഗ്രഹിക്കുന്ന ഈ രൂപം ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്, അവരുടെ സംരക്ഷകനാണ്. 2013 സെപ്റ്റംബർ 30 കർദിനാൾ ആലഞ്ചേരി പിതാവ് ഈ രൂപം ആശീർവദിച്ചു. അന്ന് ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും 16 ബിഷപ്പുമാരും 5000-ലധികം ഭക്തജനങ്ങളും അന്നിവിടെ തടിച്ചുകൂടിയിരുന്നു. രൂപതയിൽ ആകെ 3000 കത്തോലിക്കർ മാത്രമുള്ള സ്ഥലത്ത് 5000-ലധികം ഭക്തജനങ്ങളാണ് അന്ന് ഇവിടെ സന്നിഹിതരായിരുന്നത്. അതോട് ഇവിടെ വളരെയധികം ജനങ്ങൾ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധികവും ഇവിടെ വരുന്നത് അക്രൈസ്തവരാണ്. അവർക്ക് വളരെയധികം രോഗശാന്തി ലഭിക്കുന്നുണ്ട്. നമുക്കും ഈശോയുടെ അടുത്ത് പോകാം, ഈശോയോട് പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവിന്റെ അടുത്തുപോയി നമുക്കും ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഒരിക്കലും വിട്ടുപോകുകയില്ല. എല്ലാവർക്കും ഒന്നുകൂടി തിരുനാൾ ആശംസിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും, ഓരോ രോഗികളായ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യവും സമാധാനവും നൽകട്ടെ. നിങ്ങൾ കൊറോണ വൈറസ് ഈ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നിൽക്കുവാൻ കാരുണ്യവാനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ആമേൻ.